പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചതിന് അമ്മയ്ക്ക് 1 കോടി നന്ദി പറയുകയാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ക്ലീറ്റസ്. ഇതെൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യയുടെ പേര് സുജ. ഞങ്ങളൊരു കച്ചവട സ്ഥാപനം നടത്തിയാണ്. ഒരു റെഡിമെയ്ഡ് ഷോപ്പാണ് ഇത്. ഏതാണ്ടൊരു 2016 ശേഷം കട വളരെ മോശകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണ് KSFയുടെ ചിട്ടി, ലോൺ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കട കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ കട നടത്തിക്കൊണ്ടിരിക്കവേ തന്നെ 2016 ശേഷം നോട്ട് നിരോധനവും GSTയും കോവിഡും ഒക്കെ വന്ന് ആകെ തകർച്ചയിലേക്ക് പോയി. ചിട്ടികളും ലോണും എല്ലാം മുടങ്ങി ആകെ പ്രതിസന്ധിയിലങ്ങായി. അപ്പം അങ്ങനെ ഇരിക്കവേ തന്നെ KSF എന്നൊക്കെ നിരന്തരം വിളിക്കും. ഒരു മാർഗവും ഇല്ല. കട തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ അവർ ഈ എൻ്റെ വീടും വസ്തുവും വൈഫിൻ്റെ വീടും വസ്തുവും മുമ്പശം ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അതെല്ലാം ബാങ്കിലായി. അവരൊരു പൈസ അടവ് മുടങ്ങിയപ്പോഴത്തേന് അവരത് റിക്കവറിയാക്കി ജപ്തി നടപടികളിലേക്ക് പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത രീതി. എനിക്ക് 2 പെൺമക്കളാണ്. ഒരു മൂത്തവളും 28 വയസ്സും 25 വയസ്സുള്ള 2 പെൺമക്കളാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകപ്പാട് പകച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ വൈഫിൻ്റെ അമ്മയുടെയൊക്കെ നിർബന്ധപ്രകാരം 16/4/2024 ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ജപ്തി വളരെ കുറച്ച് പൈസയുള്ളായിരുന്നു. 44 ലക്ഷം രൂപയാണ്. നിലവിൽ എന്നെ കൊണ്ടന്നേരം ഒന്നും ചെയ്യാനൊക്കില്ല. അപ്പം ഞാൻ ഈ നോട്ടീസും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഓടിയൊക്കെ നടന്ന് അച്ഛനെ ഒന്ന് കാണണം. അപ്പം ഈ വൈഫിൻ്റെ അമ്മ പറഞ്ഞ് ഏത് വിധേനെ അച്ഛനെ കണ്ടിട്ടേ വരാവോളെ. ഞാനിവിടെ ഓടി നടന്നൊരു സെക്യൂരിറ്റി ചേച്ചിയെ കണ്ട് ഈ ഇരിക്കുന്ന ബ്രദറിനെ കണ്ട് ഈ നോട്ടീസ് ഞാൻ കൊടുത്തപ്പോൾ ഈ തുകയും റിക്കവറിയും ഉടനെ റിക്കവറി നടത്തുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈ പേപ്പർ മേടിച്ച് മാനേരെ കണ്ട് അച്ഛനെ കാണാൻ എനിക്കൊരവസരം കിട്ടി. ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിത് മേടിച്ച് കാര്യം നോക്കി. അച്ഛൻ എൻ്റെ അടുത്ത് തലയെ കൈവച്ചിട്ട് പറഞ്ഞ് ജപ്തി നടപടിയൊന്നും നടക്കത്തില്ല, നീ പ്രാർത്ഥിച്ചാൽ മതി. ഈ ഉപ്പ് കൊണ്ടുപോയി വിൽക്കാനുള്ള പുരയിടത്തിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് ഞാനിവിടുന്ന് അങ്ങ് പോയി. പിന്നീട് അങ്ങോട്ട് നടന്ന അത്ഭുതങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഞാനിവിടുന്ന് ഈ ജപ്തി എന്നൊക്കെ കേട്ടപ്പോഴത്തേന് തന്നെ ആകപ്പാട് ഒരു ഭയമായി. കാരണം നാട്ടും പ്രദേശത്തൊക്കെ ജപ്തി നടപടികൾ നടക്കുന്നെന്ന് വാഹനം വരിക, അവർ നടപടിക്രമങ്ങളൊക്കെ. ഇപ്പം 2 പെൺമക്കളാണ്, വൈഫുണ്ട്, അമ്മയ്ക്ക് സുഖമില്ല. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്നതിൻ്റെ 2ാമത്തെ ദിവസം പത്രത്തിലൊരു വാർത്ത, ഗവൺമെൻറ് ജപ്തി നടപടികളെല്ലാം നിർത്തിവെക്കുകയാണ്. അപ്പം ഞാൻ ഈ പത്രക്കെട്ടെടുത്തുകൊണ്ട് ഓടിച്ചെന്ന് എൻ്റെ കടലിപ്പുറത്തൊരു വായനശാല വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് ഗവൺമെൻറ് എന്താ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്, യാതൊരു ജപ്തികളും നടത്തത്തില്ലെന്ന്. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോയതിൻ്റെ എന്തെങ്കിലും അനുഗ്രഹമായിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പൈസ എങ്ങനെയെങ്കിലും അടയ്ക്കാൻ ഉള്ള ഒരു മാർഗം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 44 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഒരു വിധത്തിൽ 1 രൂപ ഒപ്പിക്കാനൊക്കത്തില്ല. അങ്ങനെ ഇരിക്കവേ ഈ ഉടമ്പടി പുതുക്കേണ്ട ഒരു സമയം വന്നു. ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി ഇവിടുന്ന് അവിടെ ചെന്ന് ഇതുപോലൊരു 2 ദിവസം കഴിഞ്ഞപ്പം പത്രത്തിലൊരു പ്രസ്താവന, സർക്കാർ ഇത് വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഓർഡറാക്കി യാതൊരു ജപ്തികളും നടപ്പിലാക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഒരു ആശ്ചര്യം. ഞാൻ ഈ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ പ്രവർത്തനമായിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നവേ ഒരു വർഷം മുമ്പേ റിക്കവറി ഓഫീസിൽ നിന്ന് തന്നെ ഒന്ന് വിളിച്ച്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ഒരു ഭയങ്കര സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ, ഈ നോട്ടീസൊക്കെ എൻ്റെ കയ്യിൽ വന്നെങ്കിലും ഇവിടുന്ന് ഈ ഉടമ്പടി എടുത്ത് അവിടെ ചെന്നതിന് ശേഷം ഒരു ദിവസം റിക്കവറി ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് വളരെ കാര്യമായിട്ട്
എടേ ക്ലീറ്റസേ, ഇയാൾ അത്യാവശ്യമായിട്ട് ഇവിടെ മരുന്ന് വരണം. ഞാൻ ചോദിച്ചത് എവിടുന്ന? ഇത് റിക്കവറി ഓഫീസിൽ നിന്നാണ്. ഇയാളുടെ പേരിൽ റിക്കവറി ഇടപെടല്ലേ, തഹസീൽദാരൊക്കെ ഇടപെട്ടിരിക്കുക, ഇയാൾ വളരെ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അങ്ങോട്ട് പോകാനുള്ളൊരു ധൈര്യമൊന്നുമില്ല, കാരണം അവിടെ ചെന്ന് എന്തോ പറയാനാ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ്, ഇയാൾക്ക് എൻ്റെ മനസ്സിലായോ, ഞാൻ ശ്രീദേവാണ്, ഇയാളിവിടെ വരുമ്പം അറിയാം, ഇയാൾ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഓടിപ്പിടിച്ച് അവിടെ ചെന്നപ്പം എൻ്റെ പഴയകാല ഒരു സുഹൃത്ത് ഒരു മാനേജറായിട്ട്, KSF മാനേജറായിട്ടൊക്കെ ഇരുന്ന് അവിടെ മാറി റിക്കവറി ഓഫീസിൻ്റെ അതിൻ്റെ ചുമതലക്കാരനായിട്ട് വന്നിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡേ ക്ലീറ്റസ് എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇയാളാണോ, കണ്ടച്ചറിയുള്ള ക്ലീറ്റസ് ഇയാളാണോ എന്നൊക്കെ ചോദിച്ചു. വളരെ ആശ്ചര്യം, എന്തോ ചെയ്യൂടെ ഇതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഒക്കെ ഇങ്ങനെ ആയിപ്പോയി. മുമ്പ് വെച്ച് ഒരു 10 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്, അത് ഏതെങ്കിലും രീതിയിൽ കൊടുക്കാൻ സാധിച്ചാൽ കുറച്ച് പൈസ അടയ്ക്കാൻ പറ്റും, പക്ഷേ കടം വീട്ടാനൊന്നും നോക്കത്തില്ല. അത് കൊടുത്താലും ഒരു 10 സെൻറ്റ് സ്ഥലം അങ്ങനെ അറ്റം പോയാൽ ഒരു 20-25 ലക്ഷം രൂപയ്ക്കകത്തേ കിട്ടും. ബാക്കി പൈസ എങ്ങനെ ഒപ്പിക്കും? അപ്പോൾ അതും വലിയ ഒരു ടെൻഷനായി. അങ്ങനെ ഇരിക്കവേ കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഈ ഗവൺമെൻറ്റിൻ്റെ 50% പലിശ കിഴിവുണ്ട്, ഇയാൾ എങ്ങനെങ്കിലും അത് ഒരു 3 കേസാണ്, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അടച്ച് ക്ലോസ് ചെയ്താൽ നന്നായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ മോൾക്കൊരു ജോലി സോഫ്റ്റ്വെയറിലുണ്ട്, അവളെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ നേരത്തെ തന്നെ അവളെ ഒത്തിരി സഹായിച്ചിട്ടൊക്കെ നിന്നതാണ്. എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ അവൾക്കൊരു 10 ലക്ഷം രൂപ ലോൺ പെട്ടെന്ന് പാസ്സായി. 2 കേസ്, അതായത് 23 ലക്ഷം രൂപ അടയ്ക്കേണ്ട 2 കേസ് 15 ലക്ഷം രൂപയ്ക്കകത്ത് 14,98,000 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് അത് 2 എണ്ണം ഒതുക്കി ക്ലോസ് ചെയ്ത്. പിന്നെ നിൽപ്പുണ്ട് ഒരെണ്ണം, പിന്നെ ബാക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 29 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് ഈ മാർച്ചിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇത് മാർച്ച് 31 മുമ്പ് അടച്ചാൽ 21 ലക്ഷം രൂപയ്ക്കകത്ത് അടച്ചാൽ മതി, അല്ലെങ്കിൽ ഇയാൾക്ക് 29 ലക്ഷം രൂപ അടയ്ക്കണം. മാർച്ച് 31 കഴിഞ്ഞാൽ 29 ലക്ഷം രൂപയും അതിൻ്റെ പലിശയായിട്ട് അടയ്ക്കേണ്ടി വരുമെന്ന്. അപ്പോഴും പ്രശ്നം ഒഴിയുന്നില്ല. അപ്പം നമ്മൾ ഈ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, മാതാവിൻ്റെ അടുത്ത് നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കടയാണെങ്കിൽ ഞങ്ങൾ രാത്രി 10-10:30 കടയിൽ നിന്ന് ഞങ്ങൾ രണ്ടും ചെല്ലും. ഞങ്ങളതിന് ശേഷം കരണക്കൊന്ത പഠിച്ച് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൃത്യമായിട്ട് രാത്രി പഠിക്കും. വെളുപ്പിനെ എഴുന്നേറ്റ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ പഠിക്കും ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് വന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വസ്തു കൊടുക്കാനായിട്ട് ഒരുപാട് ബ്രോക്കർമാരെയൊക്കെ ഏൽപ്പിച്ച് ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. ഭയങ്കര തടസ്സങ്ങളാണ്. ഭയങ്കര തടസ്സം എന്ന് പറഞ്ഞാൽ ഭയങ്കര തടസ്സം. അപ്പോൾ 2 പ്രമാണമൊക്കെയാണ്. അങ്ങനെ ഇരിക്കവേ ഇപ്പോൾ ഒരു 10 ദിവസത്തിനകം, മാർച്ച് 31 എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മുമ്പിൽ 10 ദിവസമേ ഉള്ളൂ. ഞങ്ങൾ മാതാവിനെ വിളിച്ച് ഭയങ്കര പ്രാർത്ഥന. ഞങ്ങൾ കടയിലൊക്കെ ഇരുന്ന് ജപമാല പെടുത്തു, മാതാവ് ഇടപെടും. അപ്പോൾ വൈഫിൻ്റെ അമ്മ ഭയങ്കര ഒരു മാതാവിൻ്റെ ഭക്ത. മാതാവും ഇടപെടും, മോനെ നീ ധൈര്യമായിട്ടിരും, മാതാവ് എന്തെങ്കിലും കാണിച്ചു തരും. 10 ദിവസത്തിനകം ഒരാളൊരു പുരയിടം എടുക്കാൻ സന്നദ്ധമായി വന്നു. അയാളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞതിനകം അപ്പോൾ പുള്ളി തയ്യാറായി വന്ന് ഒരു വിലയൊക്കെ സംബന്ധിച്ച് അവിടെ അടയ്ക്കാനുള്ള ഒരു 10-22 ലക്ഷം രൂപയ്ക്കകത്തുള്ളൊരു അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല. അപ്പം എഗ്രിമെൻ്റ് വെച്ചിട്ട് ഈ കടം വീട്ടാമെന്നാണ് പറഞ്ഞു. അപ്പം 3 പ്രോപ്പർട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കരമടച്ച രസീത് വേണം. കരമടച്ച രസീത് കിട്ടിയാൽ മാത്രമേ ബാധ്യത എടുക്കാൻ നോക്കൂ. ബാധ്യത എടുത്തെങ്കിൽ മാത്രമേ എഗ്രിമെൻ്റ് വെക്കാൻ നോക്കൂ. എഗ്രിമെൻ്റ് വെച്ചെങ്കിൽ മാത്രമേ പുള്ളി KSF പൈസ അടച്ച് ക്ലോസ് ചെയ്ത് പ്രമാണം എടുത്തോളാം. വില്ലേജ് ഓഫീസിലെ ഒരു സ്റ്റാഫ് ആയിട്ടുള്ളൊരു പെണ്ണിൻ്റെ വീട് തിരക്കി പിടിച്ച് അതിൻ്റെ വീട്ടിൽ പോയി ഈ മുൻ രസീത് കൊടുത്ത് അതിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു പ്രശ്നമാണ്, 31-ാം തീയതി അടച്ചില്ലെങ്കിൽ ഇത്രയും പൈസ ഒക്കെ പോകും, പിന്നെ നടക്കത്തില്ല, പിന്നെ ഇത് ചെയ്യാനൊക്കത്തില്ല. കൊടുത്ത് ഞാനൊരു വെള്ളിയാഴ്ച തില്ലേരി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുമ്പം ഈ വില്ലേജ് ഓഫീസിലെ സ്റ്റാഫിനെ ഫോണിൽ വിളിക്കുന്നു, ക്ലീറ്റസേ ഇത് നടക്കത്തില്ല, ഒരു കാരണവശാലും ഇത് നടക്കത്തില്ല, പിന്നെ ഇത് 3 പ്രോപ്പർട്ടിയാണ്, ഇത് സബ് ഡിവിഷൻ ചെയ്യാതെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്തോ വേണമെന്നറിയാതെ ഓടിച്ചു. ഒരാഴ്ച പിന്നെ ഉള്ളു, കാരണം അതിൻ്റെ അടുത്ത തിങ്കളാഴ്ച 31 ഒരാഴ്ചയ്ക്ക് മുമ്പാണ്, വെള്ളിയാഴ്ച. ഞാൻ ഓടി അവിടെ ചെന്ന് അന്നേരം അതിൻ്റെ പേര് ജോത്സനാന്ന്. അയാൾ പറഞ്ഞു, ഒരു വിധത്തിൽ നടക്കത്തില്ല കേട്ടോ, ഞങ്ങൾ അതും ഇലക്ഷനും കൂടെ, ഉദ്യോഗസ്ഥന്മാരാരുമില്ല, നമ്മൾ എങ്ങനെ വിചാരിച്ചാലും നടക്കത്തില്ല, എന്തോ ചെയ്യും? ഞാൻ അവസാനം പറഞ്ഞ്, എന്തോ ചെയ്യാനാ ജോത്സന, ഇത് ഗർഭാസനത്തിലൊക്കെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടിയൊക്കെ എടുത്തിരിക്കുക, ഇത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. ഈ കൊച്ചെൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട് അകത്തോട്ട് ഓടിപ്പോയി.
2-3 ഫയലൊക്കെ തപ്പിപ്പിടിച്ചെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഓഫീസിൽ ആരുമില്ല, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് എല്ലാവരും പോയിരിക്കുകയാണ്. ഇതെടുത്തുകൊണ്ട് വന്ന് പറയുന്നത് ഞാൻ ആകെ തളർന്ന് നിൽക്കുകയാണ്. ഈ ഫയലെല്ലാം പരിശോധിച്ചിട്ട് ഈ പെണ്ണ് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാം, മാതാവ് ഇയാളുടെ കൂടെ ഉണ്ട്, മാതാവ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്തുവാ ജോത്സന? എന്തായാലും ഈ 3 പ്രോപ്പർട്ടി ഒരു തണ്ടപ്പേര് കിടക്കുക, ഇയാൾക്ക് അതുകൊണ്ട് കരമടയ്ക്കാൻ പറ്റും, വില്ലേജ് ഓഫീസർ പോലും ഇവിടെ ഇല്ല, കരമടയ്ക്കാം. വീണ്ടും ചിരിച്ചോണ്ട് പറയാം, എന്തായാലും ക്ലീറ്റസിൻ്റെ കൂടെ മാതാവുണ്ട് കേട്ടോ. ഞാൻ എന്തോ വേണമെന്നറിയാൻ വയ്യാത്തത്, മാതാവേ പെട്ടെന്ന് എന്തോ വേണമെന്നറിയാൻ വയ്യ. എന്തായാലും കരമടച്ച് രസീതൊക്കെ തന്ന് ആ രസീതും കൊണ്ടുപോയി ബാധ്യത എടുത്ത് എഴുത്തുകാരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വസ്തു മേടിക്കേണ്ട ആളുടെ എഴുത്തുകാരനെ, അയാൾ KSF വന്ന് എന്തിനായാലും കാശെല്ലാം പൈസ ഒക്കെ അടച്ച് പ്രമാണം എടുത്ത് ഈ മാർച്ച് 31-ാം തീയതിക്കകം 26-ാം തീയതി പൈസ അടച്ച് ഈ 3 പ്രമാണവും മേടിച്ച്. അപ്പോൾ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് തടസ്സങ്ങൾ കയറി വന്നതാണ്. ഈ തടസ്സങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് മാറ്റി ആ ഒരു എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു മാനസികമായ ഒരു വിഷമം. കാരണം എന്തെങ്കിലും നടന്നാൽ ഞാൻ ഈ റിക്കവറി നോട്ടീസ് വന്നപ്പോൾ എല്ലാം ആലോചിക്കുന്നത്, ഞാനും എൻ്റെ മക്കളെയും കൊണ്ട് അവിടുന്ന് പുറത്തൊക്കെ പോകേണ്ടി വന്നാൽ എന്തോ ചെയ്യും. അങ്ങനെ വളരെ എന്ത് വഴിയാണെന്നറിയാതെ പകച്ചു നിന്നൊരു സാഹചര്യത്തിലാണ് ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുന്നതും. മാതാവിൻ്റെ ഈ പുണ്യസ്ഥലത്ത് അവിടെ കടയിൽ ഇത്രയും തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ കൃപാസനത്തിൽ പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ തുണിക്കടയൊക്കെ പ്രതിസന്ധി ആയപ്പോൾ ഞങ്ങൾ 1 വർഷം മുമ്പ് കടയുടെ സൈഡിൽ ഒരു ചെറിയ ജ്യൂസും അല്പം നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും നല്ല ശരി പണിയാണ്. ഞങ്ങൾ രാവിലെ കയറിയ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകും. കുർബാനയ്ക്ക് പോയിട്ട് പള്ളി കടയിൽ കയറിയ രാത്രി 10, 10, 11 മണിയൊക്കെ ആകും വീട്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ചെറിയ റിസൾട്ട് ഉണ്ടായി തുടങ്ങി. ഇതിനിടയ്ക്ക് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇച്ചിരി കടങ്ങളൊക്കെ ഞങ്ങളുടെ പരിഹരിച്ച് പോകാൻ തുടങ്ങി. അപ്പം ഇതെല്ലാം ഈ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ സന്നിധിയിൽ വന്നതിന് ശേഷമാണ് ഇതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിന് ഞങ്ങൾ ഭയങ്കരമായ മാതാവിൻ്റെ വഴി ഈശോ ഇടപെട്ട് ഈ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭയങ്കര കീറാമുട്ടി, ഒരു പ്രതിസന്ധി മാറ്റിത്തന്നതിന് ഞങ്ങൾക്ക് മാതാവിനോട് എങ്ങനെ നന്ദി പറയണം, അല്ലെങ്കിൽ ഈശോയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അപ്പം ഞങ്ങൾ ഇന്ന് കട പൂട്ടിയിട്ടുകൊണ്ട് ഞങ്ങൾ രണ്ടും സാക്ഷ്യം പറയാനായിട്ട് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കട പൂട്ടിയിടുന്നതിനകത്ത് ഞങ്ങൾക്ക് വേറെ ഒത്തിരി അസൗകര്യങ്ങൾ ഉണ്ട്. എങ്കിലും ഞങ്ങൾ ഒരു ശനിയാഴ്ച തീരുമാനിച്ച് ഈ ചൊവ്വാഴ്ച ഞങ്ങൾ കട പൂട്ടിയിട്ടുകൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളുടെ ഈ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഈ വലിയൊരു പ്രശ്നത്തിൽ, വലിയൊരു പ്രതിസന്ധിയിൽ മാതാവ് ഇടപെട്ട്, സഞ്ചാരി മാതാവ് ഇടപെട്ട്, മാതാവ് വഴി ഈശോ ഇടപെട്ട് ആ പ്രശ്നം ഒരു 10 ദിവസം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ വളരെ വളരെ തുച്ഛമായ ദിവസം കൊണ്ട് ഉണ്ടായ തടസ്സങ്ങളെല്ലാം മാറ്റി ഈ ഒരു വലിയ സംഭവം നടത്തി തന്ന മാതാവിന് 1000, 1,00,000 നന്ദിയല്ല, 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ സാക്ഷ്യം നിർത്തുന്നു. കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രതിസന്ധിയിലൊക്കെ അതിനുശേഷം ഞങ്ങൾ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടെങ്കിലും പത്രം ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ കടയിലും കൊടുക്കും, ഞങ്ങൾ പള്ളിയിൽ നിന്നിട്ട് കൊടുക്കും. പള്ളികളിലും കൊണ്ട് വെക്കത്തില്ല, ഞങ്ങൾ തന്നെ നേരിട്ട് ഞങ്ങളുടെ കൈ കൊണ്ട് ഓരോരുത്തർക്കും കൊടുക്കും. പിന്നെ എൻ്റെ മോള് ഈ സാമ്പത്തിക പ്രശ്നത്തിലൊക്കെ, മൂത്ത മോള് ജോലിയിലുള്ള അവൾ ഇടപെടും. അവൾ ഈ പിന്നെ ഇവിടെയൊക്കെ വൃദ്ധസദനത്തിലും ഒക്കെ അനാഥ മന്ദിരത്തിലൊക്കെ ഭക്ഷണം കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞാനും എന്നാൽ കഴിയുന്നതൊക്കെ പിന്നെ ഇവ തന്നെ പ്രാർത്ഥിച്ചെങ്കിലും ഇപ്പോൾ ഈ നൊയമ്പ് സമയത്ത് ഞങ്ങൾ 2 പേരും ഈ രാത്രി കടയിൽ നിന്നും പോയി ഇത്രയും ക്ഷീണത്തിൽ പോയാലും എല്ലാ വെള്ളിയാഴ്ചകളിലും വെളുപ്പിനെ കൃത്യം 4 മണിക്ക് ഞങ്ങളുടെ അവിടുന്ന് ജപമാല പഠിച്ചുകൊണ്ട് ഞങ്ങൾ കുരിശിൻ്റെ വഴിയും പഠിച്ചൊരു 8 കിലോമീറ്ററോളം വരും. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കൊല്ലം കയ്യെട്ടി ഈശോ പള്ളി, തീയത്ത് പള്ളി, കാറുമൊക്കെ ചിലർക്കൊക്കെ അറിയാൻ പറ്റും, അവിടെ തീർത്താൽ ഞങ്ങളൊരു 10-25 പേര് കാണും. അതിന് ഞാനും വൈഫും വേറെ 1-2 ചേച്ചിമാർ ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ആ ഒരു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഈ നൊയമ്പ് സമയത്ത് ഈ വെള്ളിയാഴ്ച വെളുപ്പിനെ അത് 4 മണിക്ക് തുടങ്ങിയെങ്കിൽ 6 മണിക്ക് അവിടെ ചെന്ന് കുർബാനയൊക്കെ കണ്ടിട്ട് വരാനൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്തും പറഞ്ഞ് ഈ ഒരു സംഭവം, ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതും അങ്ങനെ പോയത്. അതിനകത്തൂടെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര
അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് മാതാവും ഈശോയും വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയ്ക്ക് പോകാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ പള്ളി കുർബാനയ്ക്ക് പോയതിന് ശേഷം ഞങ്ങൾ കടയിൽ പോകാറുള്ളു. പിന്നെ കുമ്പസാരം കുർബാന എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ രാത്രി എത്ര താമസിച്ചാലും ഞങ്ങൾ കരണക്കൊന്ത പഠിച്ച് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഉറങ്ങും. വെളുപ്പിനെ എഴുന്നേറ്റാൽ ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷ പ്രാർത്ഥന പഠിച്ചിരിക്കും. പിന്നെ ഞങ്ങൾ എവിടെ ഇറങ്ങിയ പോയാലും ഞങ്ങൾ പ്രാർത്ഥിച്ചേ ഇറങ്ങാറുള്ളൂ. ആ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈശോ ശക്തമായിട്ട് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു വലിയ പ്രതിസന്ധി മാറ്റിത്തന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ നിൻ്റെ തോളിൽ നിന്ന് ഭാരമിറക്കി വെച്ചു, നിൻ്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു, ഞാൻ നിന്നെ മോചിപ്പിച്ചു. സങ്കീർത്തനം 81 6-7 വചനങ്ങളാണ്. ഉടമ്പടിയിൽ ദൈവമാണ് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വയ്ക്കുവാനുള്ള ഒരു വലിയ കൃപയുടെ ഒരു സ്ഥലമാണ് കൃപാസനം. ഉടമ്പടി മക്കൾ വിശ്വാസത്തോടെ വിളിക്കുമ്പോൾ ദൈവം മറുപടി നൽകുന്ന ഒരു സന്നിധിയാണ് നാം ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. ഉടമ്പടി പ്രാർത്ഥനയുടെ ശക്തിയാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശ്വാസത്തോടെയുള്ള വിളിക്കുമ്പോൾ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മക്കളുടെ ജീവിതത്തിൽ, അതായത് ക്ലിറ്റസ് പറഞ്ഞതുപോലെ, ജപ്തിയുടെ വക്കിൽ, സങ്കടത്തിൻ്റെ നിമിഷങ്ങളിൽ, തളരുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത ദിവസങ്ങളിൽ കൃപാസനം അമ്മയെപ്പറ്റി അറിയുകയും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ജപ്തിയുടെ പേപ്പർ ഉണ്ടായിരുന്ന കയ്യിൽ. എമർജൻസി ആയിട്ടുള്ള വ്യക്തികളെ അച്ഛൻ ഉടമ്പടി എടുത്ത ഉടനെ കാണുന്നതാണ്. അങ്ങനെ അവർക്ക് എമർജൻസിയിലായതുകൊണ്ട് ജപ്തി പേപ്പർ കയ്യിലുള്ളത് കൊണ്ട് ദിവസങ്ങൾ ബാക്കിയില്ലാത്തതിനാൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാനുള്ള ഒരു അവസരം ലഭിച്ചു. അച്ഛനെ കാണുകയും അച്ഛൻ അവരുടെ പേപ്പർ എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ജപ്തി നടക്കില്ല എന്ന്. അച്ഛൻ അങ്ങനെ പറയണമെങ്കിൽ അച്ഛന് അമ്മ പറഞ്ഞു കൊടുത്തതാവാം. പരിശുദ്ധ അമ്മ നമുക്കറിയാം, അച്ഛൻ കണ്ട ഒരു വ്യക്തിയാണ്. അമ്മ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം വരുവാൻ പോകുന്നു എന്ന ഒരു വിഷയവുമായിട്ടാണ് അമ്മ വന്നത്. അത് ഏത് ദുരന്തമായാലും അമ്മ നമ്മുടെ കൂടെയുണ്ട്. ആ ദുരന്തത്തെപ്പറ്റി അച്ഛന് പറഞ്ഞതും, അച്ഛൻ്റെ ആത്മീയത അവിടെ പല വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അച്ഛനോട് അമ്മ അത് വരുന്നു പറയണമെങ്കിൽ അച്ഛന് ആത്മീയതയുടെ ഒരു വലിയ ആസ്തിയിലാണ് അച്ഛൻ അമ്മയെ കണ്ടത്. ആത്മീയ ജീവിതത്തിലുള്ള 40 വർഷത്തെ പുരോഹിത ജീവിതം മാത്രമല്ല, 40-50 വർഷത്തെ ആത്മീയ ജീവിതത്തിൻ്റെ ആസ്തിയിലാണ് പരിശുദ്ധമ്മ ഓരോ കാര്യങ്ങളും അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആ ആത്മീയതയിൽ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ജപ്തി നടക്കില്ല എന്ന്. ഈ മക്കൾ അത് വിശ്വസിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം അത്രയും നാളും നടക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ ജീവിതത്തിൽ നടന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഉടമ്പടി ജപ്തി എടുക്കാനായിട്ട് ആ പേപ്പർ സ്റ്റാറ്റിക്കായി. പിന്നീട് ഉടമ്പടി പുതുക്കുന്ന സമയമായപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഇവിടെ പ്രത്യേകമാരോ ഒരു 2 ദിവസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കി 2 ദിവസം കഴിഞ്ഞപ്പോഴേ പത്രത്തിലൊരു ന്യൂസ് വരികയാണ്. ഉടമ്പടി ഇനി ജപ്തി നടക്കില്ല എന്നുള്ളൊരു ന്യൂസാണ് വന്നത്. ഉടമ്പടി എടുത്ത് പുതുക്കി 2ാമത്തെ ദിവസമാണ് അവർക്ക് ഈ ന്യൂസ് കിട്ടുന്നത്. പിന്നീട് യാതൊരു രീതിയിലും ജപ്തി നടത്താൻ പാടില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് പുതുക്കിയ 2ാമത്തെ ദിവസം കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഈശോയും അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞ പോലെ ഉടമ്പടി എടുത്ത ഉടനെ അച്ഛൻ്റെ വാക്കുകളാണ് ജപ്തി നടക്കില്ല എന്നും, ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷമുള്ള ഗവൺമെൻറ് പ്രഖ്യാപനമാണ് ഇനി യാതൊരു രീതിയിലും ജപ്തി നടത്താൻ പാടില്ല എന്ന ഒരു ഓർഡർ പാസ്സായത്. ഇവിടെയാണ് ഈശോയുടെയും അമ്മയുടെയും ഇടപെടലുകൾ. അസാധ്യമായവ സാധ്യമാക്കി തരുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്.
കാനായിൽ സമയമായില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. ഉടമ്പടിയിലും നമ്മളെ കർത്താവ് പറയുന്ന അവിടെ ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആകാത്ത സമയമാക്കി തരുന്ന അമ്മയാണ്. ഇവിടെ ജപ്തിയായിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത സമയത്ത് ഒരു പുതിയ ഓർഡർ വരികയാണ്. ഇവിടെയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ഇത്രയും നാളുകളായിട്ട് മുടങ്ങിക്കിടന്ന പൈസ അടയ്ക്കാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. പിന്നീട് പെട്ടെന്നാണ് എല്ലാ കാര്യവും മുന്നോട്ട് പോകുന്നത്. വിൽക്കാനിട്ടിരുന്ന സ്ഥലം വിൽക്കാൻ സാധിക്കുകയും അതും ഒരു പേപ്പറിൻ്റെ കരമടച്ച പേപ്പർ വേണമായിരുന്നു. അവിടെ ചെന്നപ്പോഴും പ്രതിസന്ധികളാണ്, തടസ്സങ്ങളാണ്. പക്ഷേ അവിടെയും ഈശോയും അമ്മയുടെ ഒരു ഇടപെടലാണ്. ഒരു നല്ലൊരു കൂട്ടുകാരൻ ട്രാൻസ്ഫറായിട്ട് വരികയും ഓഫീസിൽ വരികയും വിളിച്ച് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്തത്. പിന്നീട് പെട്ടെന്ന് തന്നെ അമ്മയുടെ ഒരു ഇടപെടലാണ് ആ സ്ത്രീയിൽ കൂടെ. പെട്ടെന്ന് റിക്കവറി ഓഫീസിൽ നിന്നുള്ള ആ ഇടപെടൽ, കൂട്ടുകാരൻ്റെ ഇടപെടലും പിന്നീട് ആ സ്ത്രീയുടെ ഒരു ഇടപെടൽ, അതായത് 3 പേപ്പർ പ്രോപ്പർട്ടിയാണ്, അത് ഒരാഴ്ചക്കുള്ളിൽ ശരിയാക്കണം, സമയം വളരെ ചുരുക്കമാണ്, 3 പ്രോപ്പർട്ടി ഒരു തണ്ടത്തിൽ കിട്ടുകയാണ് വേണ്ടത്. പക്ഷെങ്കിൽ അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അത് ഒരു തണ്ടത്തിൽ തന്നെയാണ് എന്ന്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. അങ്ങനെ ആ കരമടയ്ക്കുകയും റെസിപ്റ്റ് ലഭിച്ചതിന് ശേഷം പിന്നീടുള്ളത് എല്ലാം പെട്ടെന്ന് തന്നെയാണ് ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്നത്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ, നമ്മെ ഒരിക്കലും കൈവിടാത്ത അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് അമ്മയാണ്. ജപ്തി പേപ്പറുമായിട്ട് അമ്മയുടെ അരികിൽ വന്നപ്പോൾ ഈ മകൻ്റെ കണ്ണീര് കണ്ട അമ്മ ആ പേപ്പറുമായിട്ടാണ് ഈശോയുടെ അരികിലേക്ക് പോയത്. അതുപോലെ തന്നെ ജോസഫ് അച്ഛനും ജപ്തി നടക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇവർക്ക് കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും വിശ്വസിക്കാം, ദൈവം നമ്മുടെ ഭാരങ്ങൾ നീക്കുമെന്നും പ്രാർത്ഥന കേൾക്കുമെന്നും പരീക്ഷണങ്ങളിലൂടെ നമ്മെ ഉയർത്തുമെന്നും നമ്മെ താങ്ങി നിർത്തുമെന്നും നമുക്ക് വിശ്വസിക്കാം. വചനം പറയുന്നത് പോലെ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ ലജ്ജിക്കേണ്ടി വരികയില്ലെന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11-ാം വചനം പറയുന്നത്. നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. നമ്മെ തോളിൽ നമ്മുടെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ നിൻ്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ തോളിലെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നിൻ്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു എന്നാണ്. നമ്മുടെ ഭാരങ്ങളാകുന്ന ആ കുട്ടയിൽ താങ്ങി നിർത്തുന്ന നമ്മളെ കൈകളെ വിടുവിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കഷ്ടകാലത്ത് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മെ മോചിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ കഷ്ടതകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നമ്മൾക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കൃപാസനം ഉടമ്പടി ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ആത്മീയ വഴിയാണ്. ആ ആത്മീയ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ കണ്ണീരൊപ്പുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. യെശയ്യാ പ്രവാചകൻ 25:8 സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു നീക്കും. ആ തുടച്ചു നിൽക്കുന്ന ആ കണ്ണീർ തുടയ്ക്കുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ക്ലീറ്റസിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.